എൻ്റെ സ്വദേശം ജില്ലയിലാണ്. ഏകദേശം 20 വർഷം കഴിഞ്ഞ് ആളുകളിലേക്ക് വിവാഹം ചെയ്യാഴ്ച അതിനുശേഷം തെക്കോട്ട് കടന്നു വരുന്ന വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ താമസിക്കാൻ വിവാഹം. പകൽക്കാലം സഭയോട് കടന്നു വന്ന വ്യാഴാഴ്ച നടക്കുന്ന ജീവിതത്തിലെ ഒരു അവസരം കൂടെ സ്ഥിതിക്കുന്നു. കർത്താവിൻ്റെ നിലയിൽ ഞങ്ങളുമായിരിക്കുന്നു. സുവിശേഷകനായിട്ട് കർത്താവ് നിങ്ങളെ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദേശങ്ങളിൽ മുൻകാലങ്ങളിൽ അനേക ദേശങ്ങളിൽ പട്ടണങ്ങളിൽ കടന്നു പോകുവാനും വചനം പറയുവാനും കർത്താവിൻ്റെ ജീവിതത്തിൽ അവസരം തന്നിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കാനും പകൽക്കാലം കർത്താവ് നിങ്ങളെ സഹായിച്ചു. ഇനിയും കർത്താവിൻ്റെ നിലയിൽ വർദ്ധിച്ചിരുവാൻ തരണം. കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വിശ്വസരായ സമയത്തിലേ നിൽക്കുവാൻ തരണം. ദിവസങ്ങളെ താങ്കളെ ചോദിച്ചുകൊണ്ട് ദിവസങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ 12-ാം വാക്യം. അച്ഛ ഒരു മനുഷ്യന്റെ അരോട് പറ്റിയിരിക്കുന്നത് പോലെ സ്നേഹിതർക്ക് മുഴുവനും കൂട്ടുകാർക്ക് മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിനാൽ എന്നോട് പറ്റിയിരിക്കുമാറാക്കി അവർക്കോ അനുസരിക്കാൻ മനസ്സായില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. ദിവസങ്ങളെ ചോദിച്ചുകൊണ്ട് സമയം ദൈവം തനിക്ക് ദൈവം കൊടുത്ത പ്രകാശനം പോലെ ചെയ്യും. അതിനുശേഷമായി ക്ലാസ് കുടിപ്പാസ്തോർ ദൈവത്തിന് ശുശ്രൂഷിക്കും. സമയം 12 മണിയായി. ഒരു 12:40 വരെയുള്ള സമയം ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയിൽ വന്നിരിക്കുകയാണ്. സ്തോത്രം. ഇടയിൽ 12:30 മിനിയമാവ് കൂടും. സ്തോത്രം. ആ സൈഡിൽ പോയാൽ മതി. സ്തോത്രം. 12:30 മിനിയമാവിന് മാത്രമാണ് പെർമിഷൻ നമുക്ക് പോകാൻ. ബാക്കി ആരും പോകല്ലേ. മമ്മിയുടെ സ്തോത്രം. അവര് അമ്മയും മോനും കൂടെ കൂടും. സഹായികളെ തുറന്ന സമയങ്ങൾ ദൈവത്തെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവന്മാരെ വളരെ ആദ്യം ക്ഷണിക്കുന്നു. സഹായിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ആകാശം ഭൂമി ഉണ്ടാക്കി ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ 2024 വർഷം ഫെബ്രുവരി മാസം 4-ാം ദിവസം ഞങ്ങൾക്ക് ദാനം നൽകിയ വൻകൃപ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന താവി. വർഷം ആരംഭിച്ച നിമിഷം മുതൽ ഈ 2-ാം മാസം 4-ാം ദിവസം വരെ ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ തലമുറകളെയും, ദൈവസഭയുടെ പ്രവർത്തനങ്ങളെയും, കർത്തദാസ്മാരുടെ കുടുംബങ്ങളെല്ലാം കർത്താവിന്റെ ഉള്ളങ്കയിൽ വഹിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യഹോവ ഇരയ, യഹോവ ശാലോമ, യഹോവ നിസിയായി ഓരോ സമയങ്ങളും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വെളിപ്പെട്ട് വന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വീര്യപ്രവൃത്തികൾക്കായി സ്തോത്രം. ദുഷ്ട പിശാചുകളെ തകർക്കുവാൻ, ദൈവസഭയെ തകർക്കുവാൻ, പ്രവർത്തനങ്ങളെ, കുടുംബങ്ങളെ തകർക്കുവാൻ അതാവ് അവൻ ശ്രമിച്ച അവന്റെ ഓരോ ശ്രമത്വമേലും യേശു നാമത്തിൽ പിതാവായ ദൈവം ഞങ്ങൾക്ക് നൽകിയ ജയത്തോട്ട് ഞങ്ങൾ അങ്ങ് വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ദൈവസഭയ്ക്ക് നൽകിയ സൗഭാഗ്യത്തിനായി സ്തോത്രം. ദൈവസഭയ്ക്കായി സ്തുതിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അർദാസൻ ജെയിംസ് മാസ്റ്ററായി സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിനായി സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ് കൂടെയായിരിക്കും ദൈവദാസന്മാർക്കായി കുടുംബങ്ങൾക്കായി സ്തോത്രം. ആത്മീയമായ, ഭൗതികമായ, സാമ്പത്തികമായ, ശാരീരികമായ സകലയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധ നാമത്തിൽ ദൈവസഭയും ദാസിദാസന്മാരെ, കുടുംബങ്ങളെയും, ദൈവമക്കളെയും കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് നേടിയെടുപ്പാനുള്ള ദൈവകൃപ, ആത്മശക്തി കർത്താവ് ഈ ദിവസങ്ങൾ പകർന്ന് ശക്തിയോട് ഉപയോഗിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതാകിയാൽ സ്തോത്രം ചെയ്ത് ജയം യേശു നാമത്തിൽ നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി സ്തുതിക്കുന്ന സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ നിങ്ങളോട് കൂടെ കുടുംബമായി ഞങ്ങൾക്ക് അയൽപ്പാൻ കർത്താവ് നൽകിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. ഈ 2024 വർഷം ഫെബ്രുവരി മാസം
4-ാം തീയതി കർത്താവിനെ മഹത്വപ്പെടുത്താൻ, ആത്മാവിനെ സത്യവും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഞങ്ങളെ കാണിച്ച കരുണയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം, അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനങ്ങൾ കർത്താവ് കേൾപ്പിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വചനം പറയും പോലെ സ്വർഗത്തിന് എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ഇന്ന് പകലും നമ്മുടെ കാതുകൾക്ക് കേൾപ്പാനുള്ള ആരോഗ്യം, ബലവും കൃപയും കർത്താവ് പകർന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവിന്റെ ആസ നിമിത്തമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട വേഗത്തിലും ചുരുക്കത്തിലാണ് പാസ്റ്റർ ഓടിച്ച് സ്തോത്രം ദൂതുകൾ അറിയിച്ചതെങ്കിലും പ്രൈസ് ലോർഡ് അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഒന്നും ശോധന ചെയ്യുവാനും എന്നെ ദൈവസന്നിധിയിൽ നിന്നും വീണ്ടും സമർപ്പിക്കുവാനും ആത്മാൽ ബലപ്പെടുവാൻ കർത്താവ് സഹായിച്ചു കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്. ആ സമ്പത്ത്, പക്ഷെ ആ സമ്പത്ത് അനുസരിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുന്നില്ല. അത് ദാവീദ് ആയിക്കോട്ടെ, സ്തോത്രം, അബ്രഹാം ആയിക്കോട്ടെ, ആ സമ്പത്ത് അനുസരിച്ച് ആരെയും ദൈവം ഈ സമയം വരെ അനുഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ആ സമ്പത്തിന്റെ ഏറ്റവും വലിയ ഉറവിടമാണ് തൻ്റെ പരിശുദ്ധ ആത്മാവ്. അതിനെ എത്രത്തോളം ചോദിച്ചാൽ അവൻ നൽകാതിരിക്കും. ചോദിക്കും തോറും പകർന്ന് നൽകുന്ന ഒരു സമ്പത്താണ് പരിശുദ്ധ ആത്മാവ്. അതിനു കൂടെയാണ് സമ്പത്തും ഐശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും. ലോകത്തിന് ഇന്ന് അന്നും ഇന്നും ഇല്ലാത്തൊരു കാര്യമാണ് സമാധാനം. പക്ഷേ സമാധാനം ആക്കി തീർക്കുന്ന അവന്റെ ആ ആത്മാവിന്റെ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സമാധാനം ഇല്ലാത്ത ഈ ലോകത്തിൽ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ട് സമാധാനം ഉണ്ടാക്കുന്നവരാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. സ്തോത്രം. കർത്താദാസൻ പറഞ്ഞ ആ വചനത്തോട് ചേർന്ന് 1-2 കാര്യങ്ങൾ വേഗത്തിലും എൻ്റെ ജീവിത അനുഭവത്തിലും ഞങ്ങളുടെ ജീവിതാനുഭവത്തിനോട് ചേർന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആദ്യമായിട്ടാണ് ഞങ്ങളും ഈ സഭയിൽ വരുന്ന പാസ്റ്ററെ നിങ്ങളെല്ലാം കാണുകയും ചെയ്യുന്നത്. എൻ്റെ ഭാര്യ ഓർപ്പിച്ചോളെ, എൻ്റെ പേര് രാകേഷ് ചെറിയാൻ, എൻ്റെ ഭാര്യയുടെ പേര് ശോശമെന്ന. ഭാര്യ വീട് തിരുവല്ലയിലും എൻ്റെ സ്വദേശം ആലുവയിലായിരിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് കുടുംബമായി കർത്താന വേലയായിരിക്കുകയാണ്. ഞാൻ വിശ്വാസം വന്ന 91 ഏപ്രിൽ മാസം ആണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. മെയ് മാസം സ്നാനപ്പെട്ടു. അന്ന് മുതൽ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. സ്തോത്രം. അതിൽ കർത്താവിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വിവിധമായ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, കഷ്ടങ്ങൾ കൂടിയാണ് കർത്താവ് ഞങ്ങളെ കുടുംബമായി നടത്തിയത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതായത് പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ മോശം 40 ലക്ഷം ജനത്തെ നോക്കിക്കൊണ്ട് പറയുന്ന കാര്യമുണ്ട്. അതേസമയം ഈ ദൈവം ഒരു മനുഷ്യൻ, യഹോവയായ ദൈവം, ആകാശം ഭൂമി ഉണ്ടാക്കിയ ദൈവം ഒരു മനുഷ്യൻ തന്റെ മകന്റെ കുഞ്ഞ് ഇവിടെ നിന്ന് പോയി സ്വന്തം ആ കുഞ്ഞ് ഓടി കളിക്കുന്ന പോലെ സ്വന്തം ഒരു കുഞ്ഞിന്റെ കൈ പിടിച്ച് നടത്തുന്ന പോലെ നിങ്ങളെ അവൻ ഈ 40 വർഷം 40 ലക്ഷം ജനത്തെ അവൻ നടത്തിയ വഴികൾ നിങ്ങൾ അറിയുന്നു. ആ കുഞ്ഞിനെ നടക്കാൻ അറിയില്ല, എങ്ങോട്ട് പോകണമെന്ന് അവനറിയില്ല. പ്രൈസലോ. വേണമെങ്കിൽ ആ കുഴി കണ്ട് അങ്ങോട്ട് ചാടും. പക്ഷെ നമുക്കറിയാം കുഴിയാന്ന്. എവിടെ പറയാണ് വചനം പറയും സ്തോത്രം. അതേ മോശ പറയാണ് ഒരു അപ്പൻ തന്റെ മകന്റെ കൈ പിടിച്ച് നടത്തുന്ന പോലെ ഈ ദൈവം നിങ്ങളെ കൈ പിടിച്ച് നടത്തി. മാത്രമല്ല അവൻ നിങ്ങളെ കൈകളിൽ വഹിച്ചു. നിങ്ങളെ വേദന അറിയുന്ന ദൈവം, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം അത് ഓരോ ദിവസം നൽകിക്കൊണ്ട് ഇന്നയോളം നടത്തിയത് നിങ്ങൾ അറിയുന്നു. പ്രൈസ് ലോർഡ്. അദ്ദേഹം ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവിന്റെ സാവകാശങ്ങൾക്കായി സ്തോത്രം. വേല എന്ന് പറയുമ്പോൾ പാസ്റ്റർമാരെ പോലെ പാസ്റ്റർ ഒരു സഭയുടെ ചാർജായി കഴിഞ്ഞ 20 വർഷമായി ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടായിരുന്നു സ്തോത്രം 3 വർഷം ഏകദേശം ചെയ്തു. ദൈവാത്മാ പറഞ്ഞ് പ്രസ്ഥാനങ്ങൾ വിട്ട് സ്വതന്ത്രമായി നിൽപ്പാനും അങ്ങനെ സ്തോത്രം സഭകൾ കടന്നുപോവുകയും ദേശങ്ങൾ കടന്നു നിന്ന് കർത്താവിന്റെ വേല സുവിശേഷം അറിയിപ്പാനും ചില നാളുകൾ VBS നടത്തുവാനും അതുപോലെ HMI എന്ന് പറയുന്ന രോഗികളുടെ ഇടയിൽ ഒരു പ്രവർത്തനം അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാൻ സഹായിച്ചു. രോഗിയെ കൊണ്ട് പ്രാർത്ഥിപ്പാൻ അവരോട് സുവിശേഷം അറിയിപ്പാനൊക്കെ കർത്താവ് കഴിഞ്ഞ നാളിൽ സഹായിച്ചു. കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി എന്നെ എൻ്റെ ഭാര്യയും ദൈവം രോഗിയാക്കി തീർത്തു. സ്തോത്രം. രോഗിക്ക് വേണ്ടി വെറുതെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. സ്തോത്രം. ഒരു രോഗിയായാലേ വേദന മനസ്സിലാവുള്ളൂ. കാരണം യേശു താൻ തന്നെ ഇറങ്ങി വന്നു. അവന് സ്വർഗത്തിൽ നിന്ന് വചനം അയക്കായിരുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടട്ടെ എന്ന്. എല്ലാവരും സ്നാനം ചെയ്തില്ല. പിതാവാദേവം ഏൽപ്പിച്ചു കൊടുത്തു മകനെ. മകൻ തന്നെ താൻ ഏൽപ്പിച്ചു തന്നു. എന്തിനു വേണ്ടി? നമ്മെ രക്ഷിപ്പാൻ. 33 വർഷം ഈ ലോകത്തിൽ വന്ന് അവൻ കഷ്ടം അനുഭവിച്ചു. അവനെ തകർത്തെറിയുവാൻ യഹോവയാം പിതാവിന് ഇഷ്ടം തോന്നി. സ്തോത്രം. അവന് ഇഷ്ടമായിരുന്നു. ആർക്ക്? പിതാവിന് ഇഷ്ടമായിരുന്നു പുത്രനെ തകർക്കുവാൻ. എന്തിനു വേണ്ടി? ഞാനും നിങ്ങളും അവനെ മക്കളായി തീരുവാൻ. ഞാനും നിങ്ങളും വീണ്ടും അതേ എവിടെ നിത്യതയിൽ എത്തിച്ചേരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നാം ദൈവത്തിന് ഇവിടെ കുഞ്ഞുങ്ങളാരോ പറഞ്ഞ ആ ഫിലിപ്പിയ ലേഖനത്തിലെ ആ വാക്യം, അത് നാം പത്രോസ് ലേഖനം പറഞ്ഞ വാക്യം, ഇരുട്ടിലായിരുന്നു നമ്മളെ അതേ വെളിച്ചത്തിലാക്കി വെച്ചത് ജ്യോതിസ് പോലെ പ്രകാശിപ്പാൻ വേണ്ടിയാണ്.
പ്രൈസ് ദി ലോർഡ്. വെറുതെ അല്ല പ്രൈസ് ദി ലോർഡ് നമ്മൾ ദൗത്യം ആക്കി വെച്ച്, അത് പാസ്റ്റർമാരായ ഞങ്ങൾക്കോ സുവിശേഷക്കാർക്കും വേണ്ടി മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും ഒരു ദൗത്യമുണ്ട്, സുവിശേഷം അറിയിക്കുക. അത് കുഞ്ഞുങ്ങളാകട്ടെ, സ്തോത്രം. ഞാൻ പോകുന്ന പല സഭകളും പറഞ്ഞ കുഞ്ഞുങ്ങൾക്കായാലും നിങ്ങളുടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരി, സ്തോത്രം, അവരുടെ പേര് ലക്ഷ്മി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ പേര് റഹനാൻ ആയിക്കോട്ടെ, മുസ്ലിം പേര് ഏത് പേര്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരോട് ഒരു വാക്ക് സുവിശേഷം പറയും. നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ പേര് ഓർത്ത് വീട്ടിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ ഉൾപ്പെടെ ആ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ ചെലവാക്കുന്ന അനുഭവം ഉണ്ടായാൽ അത് കുടുംബത്തിൽ അഭിഷേകം നടക്കും. കുടുംബ പ്രാർത്ഥനയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മശക്തി പ്രാപിക്കും. ഞാനത് അനുഭവിച്ച മനുഷ്യനാണ്, സ്തോത്രം. ഒരു ഉപവാസ പ്രാർത്ഥന ഇന്ന് പ്രാപിച്ചല്ല, സ്നാനപ്പെടുന്നതിന് മുമ്പേ കർത്താവ് കൃപയാ, കർത്താവ് ആത്മാ നിറവ് എനിക്ക് തന്നു, അന്യഭാഷ തന്നു, വിവേചന വെളിപ്പാടുകൾ തന്നു, സ്തോത്രം സ്തോത്രം, കൃപയാൽ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതൊക്കെ സംഭവിക്കും. അതും കുടുംബ പ്രാർത്ഥനയിൽ സംഭവിച്ചു. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്ന അർത്ഥക്കുകയും ഞാൻ നിങ്ങളുടെ മധ്യമുണ്ടെന്ന് അത് അനുഭവിക്കുന്ന അനുഭവം ദൈവസഭയിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ഭാഗത്ത് എനിക്ക് പരിചയമുള്ള ഒരേ പേരുള്ളൂ, വാലപുരം യോനാച്ചൻ. നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഞാനും കണ്ടു മറന്നു. 91 ഞങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്ത്, സ്നാനപ്പെട്ട സമയത്ത് ഞങ്ങൾ ആലുവ വീട്ടിൽ അച്ചായ ദേവദാസൻ കർത്തദാസൻ വന്നിട്ടുണ്ട്. പ്രവചനം ശക്തമായി അറിയിച്ചു, താൻ പോയി. അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ള സ്ഥലത്ത് ഇപ്പൊ ഈ ഇടയാണ് പത്തനംതിട്ടയ്ക്ക് പോയപ്പോൾ വാരാപുരം എന്ന സ്ഥലം ഞാൻ കാണുന്നത്. അപ്പോൾ ആ പേരും ഇടയ്ക്കിടയ്ക്ക് ആ പേര് ഓർമ്മ വരാറുണ്ട്. സ്വന്തം കർത്താവ് അനുഭവിച്ച ആയുസ്മാർഗം നൽകിയാൽ അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. സ്വന്തം വീടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ എന്നാൽ ആ സഭയോ അല്ലെങ്കിൽ ആ ദേശം ഒന്ന് കാൽ ചവിട്ടുവാനുള്ള സൗഭാഗ്യം കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവരൊക്കെ മുതൽ മുടക്കിയ ഒരു മുതലുണ്ട്. അവരെ പ്രാണനെ സ്നേഹിക്കാതെ, സ്വന്തം സ്നേഹിക്കാതെ അവർ കർത്താവിന് വേണ്ടി മരിച്ചു, കർത്താവിന് വേണ്ടി ജീവിച്ചു. എല്ലാവരും നല്ല സ്വഭാവമുള്ളതായിട്ടല്ല, ദോഷങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ കർത്താവിന് വേണ്ടി അവർ സ്വയം ജീവിതം സമർപ്പിച്ചു. ഒരു സാക്ഷ്യം കേട്ടല്ലോ, അവർക്കുള്ളത് കർത്താവിന് കൊടുത്തിട്ട് ഇപ്പോൾ അവർ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവസഭ പ്രാർത്ഥിക്കുന്നു. അതിന് ഒരു മറുപടി 3 സെന്റ് കർത്താവ് നൽകി. അവന് 3 സെന്റ് ഉള്ളോ? ആകാശം ഭൂമി ഉണ്ടാക്കിന് 3 സെന്റ് ഉള്ളോ കൊടുക്കാൻ? അല്ല. പക്ഷെ അവരുടെ ആവശ്യം നിങ്ങളോട് ചേർന്ന് ഞങ്ങളും പോയിട്ട് അമ്മാമേ, ഞാൻ എൻ്റെ ഭാര്യ, ഞങ്ങളുടെ വണ്ടിയിൽ മാത്രം മക്കളില്ല, 20 വർഷമായിട്ട് മക്കളില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം വീടുമില്ല, വണ്ടിയില്ല, ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം സ്തോത്രം ഒരു പാസ്റ്റർ പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞ മക്കളില്ലാത്ത ഭാരം ഇല്ല, അതിനായി സ്തോത്രം. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഉടമസ്ഥർ ഞങ്ങൾ ചോദിച്ച നിങ്ങൾ മക്കളില്ല, അതിന് ടെൻഷനൊന്നും ഇല്ലല്ലോ, വണ്ടിയുമില്ല, ഒരു കാര്യം ഒരു ഭാരവും ഇല്ല, സ്തോത്രം. പക്ഷെ ഒന്നിന്റെ ആത്മഭാരം, അതാണ് നമുക്ക് ആവശ്യം. അത് ദാവീദിന് ഉണ്ടായിരുന്നു. വേഗത്തിൽ വായിപ്പിക്കാം. സ്തോത്രം. ദാവീദ് രാജാവ് തന്നെ സംഗീതം പറയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കും. കാരണം എന്താണ്? വിശ്വാസം വന്നിട്ടും നീ ആത്മാവിൽ ആരാധിച്ചും നീ ഉപവാസം എടുത്തിട്ടും നിങ്ങൾക്ക് ഈ കഷ്ടത എന്താണെന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ ദൈവം എവിടെ ചോദിക്കാൻ കാരണം എന്താണ്? നിങ്ങളുടെ കഷ്ടത കാരണം. സ്തോത്രം. ദാവീദ് രാജാവ് പറയുന്ന 1 തിരുവൃത്താന്ത പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യം വേഗത്തിലൊന്ന് വായിക്കാം. രാജാവായിട്ട് രാജാവ് പറയുന്ന സാക്ഷ്യം താൻ പറയാണ്. 1 തിരുവൃത്താന്ത പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യം. ഇതാ ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയുടെ ആലയത്തിനായി പൊന്നോ വെള്ളി താമ്രം ഞാൻ സ്വരൂപിച്ചു, അതിനോട് കൂടെ മരവും കല്ലും ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. പിന്നെ നിനക്ക് ഇനിയും അതിനോട് ചേർത്ത് കൊള്ളാം എന്റെ മകനായ ശലോമോനെ. പ്രൈസ് ദി ലോർഡ്. രാജാവ് പറയാണ്, ഇതാ ഞാൻ എന്റെ കഷ്ടതയിൽ. സ്തോത്രം. ദാവീദ് അങ്ങക്ക് എപ്പോഴാ കഷ്ടം? രാജാവായിട്ട് അങ്ങക്ക് എപ്പോഴാ കഷ്ടം വന്ന്? കഷ്ടമേ കഷ്ടം ഉണ്ടായുള്ളൂ. അപ്പനമ്മ എന്നെ തള്ളിക്കളഞ്ഞു. സ്തോത്രം. ഭാര്യ മീക്കൾ എന്നെ സ്വന്തം കളിയാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ സ്നേഹിച്ച എൻ്റെ സ്വന്തം ജനം എനിക്ക് വേണ്ടി എനിക്കെതിരായി ചെന്ന് കല്ലെടുത്ത് എറിയുന്ന അനുഭവം എനിക്കുണ്ടായിരുന്നു. സ്വത്രം. വീട്ടിൽ പോയി വായിച്ചാൽ മതി. കേലിയ എന്ന ആ ദേശം അവർ പോയി പിടിച്ചടക്കിയപ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ. തൻ്റെ ഏത് ജനത്തെ താൻ സ്നേഹിച്ചു, ഏത് ജനത്തിന് വേണ്ടി ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ പാസ്റ്റർമാര് അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആർക്ക് വേണ്ടി ഉപവസിക്കുന്നു, അവർ വിടുതൽ പ്രാപിച്ചാലും അവർ നമുക്കെതിരായി തീരുന്ന അനുഭവം. താൻ ഏറ്റവും സ്നേഹിച്ച അബ്ശാലോം എന്ന മകൻ, 19 മക്കളുണ്ടായിരുന്നു. സ്തോത്രം. പക്ഷെ 4-ാമത്തവനാണ് അബ്ശാലോം. അവനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അവൻ തനിക്ക് എതിരായി തീർന്നു. എത്ര എതിരായി തീർന്നു?
അവനെ കൊല്ലുവാൻ, സ്വന്തം അപ്പനെ കൊന്ന് രാജാവായി തീരുവാനുള്ള അതേ വെറുപ്പ് അബ്ശാലോമിന് ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി? ഈ ദാവീദിനെ ദൈവത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ, ഈ ദാവീദിനെ കർത്താവിന് വേണ്ടി രൂപപ്പെടുത്തുവാൻ. ദാവീദ് പറയാണ്, ഈ കഷ്ടയുടെ നടുവിൽ തനിക്ക് ശരീരത്തിൽ വ്രണങ്ങളുണ്ടായിരുന്നു, ശരീരത്തിൽ പ്രയാസമുണ്ടായിരുന്നു, ശരീരത്തിൽ താൻ വേദന അനുഭവിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ കഷ്ടതയിൽ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് വേണ്ടി വെച്ചെന്നല്ല, എനിക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചെന്നല്ല, ഞാൻ യഹോവയുടെ ആലയത്തിന് വേണ്ടി പൊന്നും വെള്ളിയും താമ്രവും സകല കാര്യം ഞാൻ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ഞാൻ കൂട്ടി വെച്ചിരിക്കുന്നു. മകനെ, നിനക്ക് അതിനോട് ചേർത്ത് കൊള്ളാം. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് പകല് ഞാൻ പല സഭകളും പറയുന്നത് അറിയാം. അതേ വീണ്ടും ഇവിടെ ആവർത്തിക്കട്ടെ. പ്രൈസ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമായിരിക്കും, ഞാൻ ഇവിടെ പറയുന്ന ആദ്യമായിട്ടാണ്. പ്രാർത്ഥന കുറയ്ക്കല്ലേ. മാത്രമല്ല, ഇവിടെ മാത്രമേ പ്രാർത്ഥന ഉള്ളൂ, ഇവിടെ മാത്രമേ പ്രാർത്ഥന. ബൈബിള് എഴുതാത്ത കാര്യമാണ്, പക്ഷെ നമുക്ക് അവിടെ കണ്ണുനീരില്ല, അവിടെ ദുഃഖമില്ല, അവിടെ മരണമില്ല. കൂടെ ചേർക്കട്ടെ, അവിടെ പ്രാർത്ഥനയും വേണ്ട. സ്തോത്രം. അവിടെ പോയി പരീക്ഷയില്ല. നമ്മുടെ ടെൻഷൻ അതല്ലേ. വീടില്ലാത്ത ടെൻഷൻ അവർക്ക് വേണ്ടല്ലോ. അവർക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഏതാ? പരീക്ഷയുടെ ടെൻഷൻ. അവിടെ പോയി പരീക്ഷയില്ല. സ്തോത്രം. അപ്പൊ ഇവിടെ ഇരുന്ന് സ്തോത്രം എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനല്ല, പരീക്ഷ ഉള്ളപ്പോഴും സഭയുടെ 3 ദിവസം ഉപവാസ പ്രാർത്ഥന മുടക്കല്ലേ. 2024 അമ്മമാർക്കും അപ്പന്മാർക്കും തീരുമാനം എടുക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ പിന്നെ എടുത്താൽ മതി, കാരണം അവരാണ് തള്ളി വിടുന്നത് എവിടെ പഠിക്കാൻ വേണ്ടി. 2024 ഫെബ്രുവരി മാസം, ഈ മാസം എനിക്ക് തുടങ്ങിയല്ലോ ഉപവാസ പ്രാർത്ഥന. ഈ മാസത്തിന്റെ ഉപവാസ പ്രാർത്ഥന മുതൽ കൃപയാൽ ദൈവസഭയെ കർത്താവ് സഹായിക്കണം. എന്തിനു വേണ്ടി? ദൈവസഭ വെച്ചിരിക്കുന്ന അത് 3 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങൾ വരുവാൻ. വൈകിട്ടെങ്കിലും, വെള്ളിയാഴ്ച വൈകിട്ടെങ്കിലും, ശനിയാഴ്ച ഒന്നും ക്ലാസ്സിലില്ല, പകലും വൈകിട്ടും. പരീക്ഷ ഉണ്ടായാലും അത് മാറ്റിവെച്ച് ആ 3 മണിക്കൂർ സഭയിൽ വന്ന് ആരാധിച്ച് ബലം പ്രാപിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കും. അന്നേരം പ്രാർത്ഥിച്ചാൽ അവൻ ബുദ്ധിമുട്ട് മാറ്റും, അവൻ ഓർമ്മശക്തി നൽകും, അവൻ ബുദ്ധി നൽകും, ആരോഗ്യം നൽകും. അല്ലാത്ത ദിവസം പ്രാർത്ഥിച്ചാലോ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ എന്നെ വിടുവിച്ചു എന്ന വചനം നിങ്ങൾക്ക് വ്യാജമായി തീരും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ വിടുവിച്ചു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നോ എന്ന് കർത്താവ് ചോദിക്കുന്ന ആവശ്യം കർത്താവിനെ അറിയാലോ. പിശാച് ചോദിക്കും, അവനും അവളും വന്നില്ലല്ലോ, പിന്നെ നീ എങ്ങനെ അനുഗ്രഹിക്കുന്നത്? ഏത് അടിസ്ഥാനത്തിൽ? 3 ദിവസം ഉപവാസ പ്രാർത്ഥന യേശു പറഞ്ഞിട്ടല്ല ഒരു സഭയിൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ മാനുഷിക തോന്നൽ പിതാക്കന്മാർ തന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ വെച്ചിട്ട് വരാതിരുന്നാൽ, യാക്കോബ് ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം, യാക്കോബ് 4:17 പറയുന്നത്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് പാപമാകുന്നു. അപ്പൊ കൊലപാതകം, സിനിമ കാണുന്നത്, സീരിയൽ കാണുന്നത്, അത് മാത്രമല്ല പാപം. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ട് അപ്പൊ ദൈവസഭ പ്രാർത്ഥിച്ച് വെച്ചിരിക്കുന്ന 3 ദിവസം ഉപവാസം വരാതിരുന്നാൽ, ഞാൻ എൻ്റെ മാതൃസഭ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും ആൾക്കാർ വരാറില്ല, അത് അവരുടെ വിഷയം. എന്നോട് പറയാൻ വേണ്ടിയാണല്ലോ. അപ്പൊ നന്മ ചെയ്യാൻ അറിയാൻ ചെയ്യാത്തതിന് അത് പാപം ആകുന്നു. സ്വന്തം കർത്താവ് അപ്പൊ അവിടെ പറയാണ്, ദാവീദ് പറയണം, ഞാൻ എൻ്റെ കഷ്ടതയിലാണ് കർത്താവ് ഈ കാര്യങ്ങൾ ചെയ്തത്. മാത്രമല്ല കഷ്ടത്തിലായിരിക്കുമ്പോഴും പൗലോസ് സാക്ഷ്യം പറയാനുണ്ട്. എഫേസ്യർ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം, എഫേസ്യർ 4:1. കുഞ്ഞുങ്ങള് വായിച്ചു. കർത്തൃ സേവ നിമിത്തം, സുവിശേഷ നിമിത്തം, വിശ്വാസ ജീവിത നിമിത്തം, അതേ സ്വന്തം മാത്രമല്ല പെന്തക്കോസ്തിൽ ആയ നിമിത്തം ഞാൻ ബദ്ധനായി തീർന്നു. പൗലോസ് ചെയ്തിട്ടാണ്, ജയിലാണ്. പക്ഷെ നമുക്ക് ജയിൽ അനുഭവം നമുക്ക് ആർക്കും ഇല്ല. അത് ഉണ്ടാകാനും പോകുന്നില്ല. പിന്നെ ഉണ്ടായാൽ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ്. ജയിലിൽ ഒരു ദിവസം കിടന്നിട്ട് മരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. സ്തോത്രം. നമുക്ക് ഈ ജയിൽ അറയുടെ അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഈ രോഗങ്ങൾ, ക്യാൻസറും പനികളും പ്രയാസമൊക്കെ വരുന്നത്. അവർക്ക് അന്നത്തെ കാലത്തും മാത്രം, നമ്മുടെ ഇന്നത്തെ ഈ വരവര അച്ഛൻ്റെ ഒക്കെ കാലത്തുള്ള ആൾക്കാർക്കൊക്കെ അടിയും ഇടിയും കൊള്ളുമായിരുന്നു. ഇന്ന് സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് മാത്രമേ ഇടി കൊള്ളുന്നത്. വിശ്വാസം ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകൾക്കും കുടുംബമായി വരുന്ന ആൾക്കാർക്ക് അതുപോലും ഇല്ല. സ്തോത്രം. നിങ്ങളുടെ സൗഭാഗ്യം. അപ്പൊ ഒറ്റയ്ക്ക് വരുന്നവർക്ക് അടിയിടിയും ഭർത്താക്കന്മാരിൽ നിന്നും കിട്ടും, മക്കളിൽ നിന്നും കിട്ടുന്നവരുണ്ട്. തൃശ്ശൂർ ഭാഗത്തൊക്കെ അങ്ങനെയുണ്ട്, മക്കളും തല്ലും. സ്തോത്രം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതുകൊണ്ട് എന്താ? സ്വന്തം ശരീരത്തിൽ വേദന അവരനുഭവിച്ചു. ആരെ പോലെ? ക്രിസ്തുവിനെ പോലെ കർത്താവ് ശരീരത്തിൽ വേദന അനുഭവിച്ചന.
സ്വതം അപ്പോൾ എന്ത് ചെയ്യും? ആ വേദനയിൽ കർത്താവിന്റെ കൃപ പകരും, ആത്മശക്തി പകരും. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ വചനം നിവൃത്തിയാകുന്നു. പൗലോസ് പറയാണ്, അതെ ഞാൻ കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്നു. അപ്പൊ ചില ബന്ധനങ്ങളും സ്വന്തം ഭാരങ്ങളും പ്രയാസം വരുന്നതാണ് ഈ സുവിശേഷം, ഈ വിശ്വാസ നിമിത്തം വരും. വന്നാലോ തളരല്ലേ. നാം പാടിയ പാട്ട് വലിയ നമുക്ക് പരിചയമില്ലാത്ത പാട്ടാണ്. അതിന് വാക്കുകൾ അവസാനം പറയുന്ന വാക്കുകൾ അങ്ങനെയാ: നീ തളർന്ന് പോകല്ലേ, ഭാരപ്പെട്ട് പോകല്ലേ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാ കാലത്തും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്താൽ ഒരുവനേ ഉള്ളൂ. സ്തോത്രം. വായിച്ചാൽ കർത്തൃസേവ നിമിത്തം എനിക്ക് പ്രബോധനമുണ്ട്, എനിക്ക് വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്. എവിടെയാ? ആലയത്തിലല്ല, വീട്ടിലുമല്ല. AC-ലിരുന്ന് സ്വപ്നം കാണാനും വെളിപ്പാട് കാണാൻ എളുപ്പമാണ്. സ്തോത്രം. നമുക്ക് അതൊന്നും ഇല്ലാത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് പൊതുവെ പറഞ്ഞെന്നുള്ളൂ. പക്ഷെ പൗലോസ് പറഞ്ഞു, ഞാൻ കാരാഗ്രഹത്തിലാണെങ്കിലും എനിക്ക് വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്. സ്തോത്രം. അത് പുറത്ത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുന്ന 34-ാം വാക്യത്തിൽ പറയാണ്, യുദ്ധം പുറത്ത്. പക്ഷെ കർത്താവിന്റെ ദാസൻ പ്രവാചകൻ എവിടെയാണ്? താൻ തടവറയിലായിരിക്കുന്നു. യുദ്ധകാലമാണെങ്കിലും റോമാ സാമ്രാജ്യമാണ് ഭരിക്കുന്നത്. എല്ലാ മറ്റു ഏത് രാജ്യം ഭരിച്ചാലും, ഇവിടെ ഇപ്പൊ BJP ഇനിയും വന്നാലും വിഷയമില്ല, ഭാരപ്പെടേണ്ട. യേശു സ്തോത്രം വന്ന കാലം ആരാണ്? റോമാ സാമ്രാജ്യം ശക്തിയോടെ ഭരിക്കുന്ന കാലത്താണ് യേശു വന്നത്. കർത്താവ് ശാസിക്കാൻ പോയില്ല. അവിടെ ജയകരമായ യേശു തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തികഞ്ഞവനായി തീർത്തു പോയി. നമുക്കത്രേ ഉള്ളൂ. സ്തോത്രം. പൗലോസ് പറയാണ്, അതേ നിങ്ങൾ കഷ്ടത്തിലാണെങ്കിലും, പനി വന്നാലും, പനിമേറ്റ് അതേ വിറച്ച് അതേ ശരീരം ഇരിക്കുകയാണെങ്കിലും, ആ ശരീരത്തിലും അല്ലെങ്കിൽ ആ ആത്മാവിനോടും അത് ദൂതറിയിപ്പാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. സ്തോത്രം. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ദൈവസഭയുടെ പ്രവർത്തനം കർത്താവിനോളം ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം. കഷ്ടങ്ങളിലാണ് ദൈവമക്കളെ നമ്മുടെ സഭകൾ പണിയപ്പെട്ടത്. സ്തോത്രം. CC തോമസ് സാറിനെ എനിക്കറിയില്ല, റെജി മാത്യു പാസ്റ്ററേയും എനിക്കറിയില്ല. എൻ്റെ ഭാര്യ എന്നും കേൾക്കുന്ന സ്വന്തം റെജി മാത്യു പാസ്റ്ററിന്റെ അല്ലെങ്കിൽ റെജി ശാസ്താംകോട്ട് അങ്ങനെ പറയപ്പെടുന്നത്. ശരിക്കും റെജി മാത്യു എന്നാണ്. പാസ്റ്ററിന്റെ പകലത്തെ വചനധ്യാനം മോർണിംഗ് ഗ്ലോറി എന്ന് പറഞ്ഞ ഒരു അരമണിക്കൂർ മെസ്സേജ് 7 മണിക്കുണ്ട്. എന്നും എൻ്റെ ഭാര്യ കാണും. പക്ഷെ എനിക്ക് അവരൊക്കെ പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സമയം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇവിടെ പാസ്റ്ററോട് ഞാൻ ആകെ പറഞ്ഞത്, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസനാണ് നിങ്ങൾ, സുവിശേഷ വേലക്കാരാ. ഞങ്ങളെ മാനിച്ച് നൽകിയ സമയത്തോളം ദൈവത്തെ സ്തുതിക്കുന്ന കർത്തദാസനെയും കുടുംബത്തെയും തന്റെ ശുശ്രൂഷ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്ര നേരം എന്നെ ചെവി കൊണ്ട് അതേ ഹല്ലേലൂയ ദൈവസന്നിധി സ്തോത്രം വേണ്ടി സ്വസ്ഥമായി സ്തോത്രം ദൈവത്തിന് വചനം കേട്ട ദൈവസഭയും കർത്താവ് അനുഗ്രഹിക്കണം. നമ്മളെ ഏൽപ്പിച്ച ദൗത്യമുണ്ട് ഈ ദേശം നേടിയെടുക്കുവാൻ. ഈ നെല്ലിക്കാല ദേശം നേടിയ കർത്താവിന് വേണ്ടി ആരൊക്കെ രക്ഷിക്കപ്പെടാത്തതുണ്ടോ അവർക്ക് വേണ്ടി ശക്തിയോടെ ഇടുന്ന കരയുവാനും പ്രാർത്ഥിപ്പാനും ഓട്ടോറിക്ഷക്കാരുണ്ട്. നാം കയറുന്ന ബസ്സിൽ ബസ് ഡ്രൈവർമാര്, അതേ കണ്ടക്ടർമാരുണ്ട്. ഒരു 2 രൂപയോ 5 രൂപയോ അവൻ ബാക്കി തന്നില്ലെങ്കിലും അവനെ ഓർത്ത് പ്രാർത്ഥിക്കണം. പേരറിയില്ല, ശരിയാ, പക്ഷെ പേരറിയില്ലെങ്കിലും കർത്താവെ ഞാൻ ഇന്ന് വണ്ടിയിൽ കയറിയ ഇന്ന് കണ്ടക്ടർ എൻ്റെ 5 രൂപ ബാക്കി തന്നില്ല, അത് ഓർത്ത് നീ അവനെ വിടുവിക്കണം. സ്വന്തം കർത്താവിനെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചില സമയം നൽകിയ ദേവദാസും നന്ദി അറിയിക്കുന്നു. സഭയിൽ നന്ദി അറിയിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കുന്നത്. കോട്ടയം മീറ്റിംഗ് 5 സിസ്റ്റർ വീട്ടിലായിരുന്നു നടന്നത്. ഈ ആഴ്ച അറിയിച്ചു. അതുകൊണ്ട് അടുത്ത കോട്ടയം മിനിമം വീട്ടിലാണ്. അത് നമ്മുടെ ആലയത്തിൽ വെച്ച് ബുധനാഴ്ച ഉണ്ടായിരുന്നു. മിനിമം പോയി കഴിഞ്ഞ് പറയുന്നത് ശരിയാണോ എന്ന് ഓർത്താണ്.